കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഋതൂസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അപ്പം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തെ പച്ചക്കറി ചെടികളിൽ മിക്കവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇങ്ങനെ ഇലകളുണ്ടല്ലോ മഞ്ഞിച്ചിട്ട് ഇലയുടെ ഞരമ്പുകൾ മാത്രം നല്ല പച്ച കളറായിട്ട് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയുണ്ടല്ലോ നിങ്ങളുടെ ചെടികളിൽ കണ്ടിട്ടുണ്ടോ? ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ചെടിയിൽ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ കാരണം എന്താണെന്നും ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതെൻ്റെ അടുക്കളത്തോട്ടത്തിൽ വളർത്തുന്ന ഒരു ചെടിക്ക് സംഭവിച്ചതാണ്. ഞാനിത് ഗ്രോ ബാഗിലാണ് വളർത്തിയിട്ടുള്ളത്. നമ്മുടെ മണ്ണിൽ നടുമ്പോലെയല്ല കേട്ടോ. ഗ്രോ ബാഗിൽ നടുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണ് മിക്കപ്പോഴും ചെടികൾക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. അതായത് മഗ്നീഷ്യം, അയൺ, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ചെടിയുടെ ഉണ്ടല്ലോ അടിയിലെ ഇലകൾ തൊട്ട് ഇങ്ങനെ സംഭവിച്ചു വരികയാണെങ്കിലുണ്ടല്ലോ അത് നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇനി സംഭവിക്കുന്നത്. അതല്ല ഇങ്ങനെ മുകളിലുള്ള ഇലകൾ മാത്രമാണ് മഞ്ഞിക്കുന്നെങ്കിലുണ്ടല്ലോ അത് നമ്മുടെ അയണിൻ്റെയും സിങ്കിൻ്റെയും കുറവ് കൊണ്ടാണ്. അതുപോലുണ്ടല്ലോ നമ്മുടെ മണ്ണിൻ്റെ pH മൂല്യത്തിൽ വർധനവ് വന്നാലും ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ മണ്ണിൻ്റെ pH കൂടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ വേരുകൾക്കുണ്ടല്ലോ മണ്ണിൽ നിന്നുണ്ടല്ലോ ഈ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടുമൊക്കെ വരുവേ. അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ചെടിക്ക് അമിതമായിട്ടുള്ള നന കാരണവും വേരുകൾക്ക് നമ്മുടെ ഈ മൂലകങ്ങളെ വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോഴും ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മുടെ വേരുകൾക്കുണ്ടല്ലോ വായുസഞ്ചാരം കിട്ടാതെ വരുമ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെയൊക്കെ ഇതുപോലെ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനുള്ളിലുണ്ടല്ലോ ഈ വേരുകളെ തിന്നുന്നുണ്ടല്ലോ ചിലതരം പുഴുക്കളുണ്ട്. ആ പുഴുക്കളും ചിതലുകളും ഒക്കെ ഉണ്ടല്ലോ വേരിനെ ആക്രമിക്കുമ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിപ്പ് വരാറുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇത്രയും നേരം കേട്ടത് നമ്മുടെ ചെടികൾക്ക് എങ്ങനെയൊക്കെ ഈ മഞ്ഞളിപ്പ് രോഗം വരാമെന്നുള്ളതാണ്. ഇതിന് പരിഹാരമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതാണ് എപ്സം സോൾട്ട്. ഇതുണ്ടല്ലോ നമ്മുടെ വളം വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടുവേ. ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഏകദേശം ഒരു 40 രൂപയ്ക്ക് അടുത്താണ് ഇതിന് റേറ്റ് വരുന്നത്. ഈ നമ്മുടെ എപ്സം സോൾട്ട് ഉണ്ടല്ലോ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ കലർത്തിയിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവേ. ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലുണ്ടല്ലോ നമ്മുടെ ഈ മഞ്ഞിച്ച് നിൽക്കുന്ന ഇലകളെല്ലാം ഉണ്ടല്ലോ നല്ല പച്ച കളറിലായിട്ട് മാറുന്നതായിരിക്കുവേ. നിങ്ങളുടെ കയ്യിൽ എപ്സം സോൾട്ട് ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ വെറുതെ കിട്ടുന്ന ചാരം ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണും ഒക്കെ കൂട്ടി കൊടുക്കാമെങ്കിലുണ്ടല്ലോ ഇതും മാറിക്കിട്ടുവേ. പിന്നുണ്ടല്ലോ നല്ലതായിട്ട് പുളിച്ച തൈര് കുറച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഉണ്ടല്ലോ തളിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുണ്ടല്ലോ നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെയൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ ചെടികൾക്ക് വളമൊക്കെ വലിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിക്കുവേ. നമ്മുടെ ചാരത്തിൻ്റെ അകത്തുണ്ടല്ലോ മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ധാരാളം ഉണ്ട്. നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നുണ്ടല്ലോ ഇപ്പം മഴ സമയമൊക്കെയാണ്. അപ്പോൾ എപ്പോഴും വെള്ളം നനവുള്ള സമയത്ത് നമ്മൾ വെള്ളം നനയ്ക്കരുത് കേട്ടോ. ഇപ്പം മുകളിലത്തെ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കണേ. ഇങ്ങനെ വന്നെന്നും പറഞ്ഞ് നമ്മൾ ജൈവവളങ്ങളൊന്നും നൽകാതിരിക്കരുത് കേട്ടോ. നമ്മുടെ ആട്ടിൻ കാഷ്ടവും പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി എന്നിവയുടെ ഒരു മിശ്രിതം തന്നെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നൽകാവേ. പിന്നെ നമ്മുടെ ജൈവ സ്ലറിയൊക്കെ ഉണ്ടല്ലോ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ ഇലകളിലെ ഈ മഞ്ഞളിപ്പും പച്ച ഞരമ്പുകളും മഞ്ഞ നിറമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് മഗ്നീഷ്യം അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന ഇതിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം നമ്മുടെ എപ്സം സാൾട്ട് നമ്മൾ ഉപയോഗിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ജൈവ രീതികളും എല്ലാം നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറി ചെടിക്ക് ചെയ്തു കൊടുക്കണേ. നല്ല പച്ചപ്പോട് കൂടിയുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ വളരുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ നിങ്ങൾക്കിതിന് നല്ലൊരു തെളിവ് കാണിച്ചു തരാവേ.
ഇത് കണ്ടോ, എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ഒരു പച്ചമുളക് ചെടിയാണ്. ഇത് ഒരു ഗ്രോ ബാഗിൽ നിൽക്കുന്ന 2 ചെടികളാണ്. ഇത് നോക്കി, ഒരെണ്ണത്തിൻ്റെ ഇല കണ്ടോ? ഇത് കണ്ടോ, ഒരെണ്ണം കണ്ടോ, നല്ല പച്ചപ്പോടെ നിൽക്കുന്നത്. ഇതിന് മാത്രം ഞാൻ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിന് മാറ്റം വരുമോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് നിങ്ങളെ ഞാനിത് രണ്ടും ഒരുപോലെ ഇങ്ങനെ കാണിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, ഇത് നല്ല പച്ചപ്പോടെ, അതിൻ്റെ ഇലകൾ കണ്ടോ. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് എപ്സം സാൾട്ട് ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയൊക്കെ ഉള്ള സമയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാഞ്ഞത്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ ഈ ചെടികൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുവാണെങ്കിലുണ്ടല്ലോ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ വിവരങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലുണ്ടല്ലോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാവേ.